പാരീസ്. ഞങ്ങളിതാ ഞങ്ങളെ യാത്ര ആരംഭിക്കാൻ പോവാ. രാവിലെ എണീറ്റു, എന്നിട്ടൊന്ന് ഫ്രഷായി. ഇനി നമുക്ക് പാരീസിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഐഫിൽ ടവറിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഔട്ട്ഫിറ്റ്. ഇനി നമുക്കൊരു ഇത്തിരി യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. പാരീസിലെത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ദൂരെയാണ്, ഒരു 6-7 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈഫിൽ ടവറിന്റെ അങ്ങോട്ടും പല സ്ഥലങ്ങളിലോട്ടും ട്രാവൽ ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വിവരമായിട്ട് പറയാം. എയർപോർട്ടിൽ നിന്ന് നമ്മൾ സെയിന്റ് ഡെനിസ് യൂണിവേഴ്സിറ്റി എന്നൊരു സ്ഥലത്താണ് നമ്മൾ ബ്ലാ കാറിൽ വന്നിറങ്ങി. ആ സെയിന്റ് ഡെനിസ് യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശങ്കയും ആവേശവും അതിലേറെ അത്ഭുതവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അവിടുത്തെ മെട്രോ. ആ മെട്രോ ഉണ്ടാക്കിയ ആളെ പറ്റി നമ്മൾ അത്രയും ഒരു അഭിമാനിച്ച നിമിഷം ഉണ്ടെങ്കിൽ അതായിരിക്കും. അതായത് എങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാം, അതിന്റെ അങ്ങേയറ്റം അയാൾ ചിന്തിച്ചിട്ടാണ് ആ ഒരു മെട്രോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒരാളല്ല, ഒരു കൂട്ടാള്. ഞാൻ ആ ഒരു ആവേശത്തിൽ പറഞ്ഞതാ. ഈ മെട്രോ ഇത്രയും അത്ഭുതപ്പെടുത്താനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മെട്രോകളും അണ്ടർഗ്രൗണ്ട് ആണ്, കൂടാണ്ട് ചിലപ്പോൾ ഇതിന് മീതെ കൂടെ ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ പാരീസ് സിറ്റി മൊത്തം നമുക്ക് ഈ മെട്രോയിൽ കൂടെ 76 യൂറോസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1 വീക്ക് പാരീസ് സിറ്റി മൊത്തം ട്രാവൽ ചെയ്യും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ആ ടിക്കറ്റ് എടുത്തില്ല. കാരണം രാവിലെ ഒന്ന് മെട്രോ കയറി നമ്മൾ പാരീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് തിരിച്ച് അപ്പാർട്ട്മെന്റിലോട്ട് വരാൻ വേണ്ടി മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഒരാൾക്ക് 2 യൂറോ മാത്രമേ വരുന്നുള്ളൂ. അതാണ് നമുക്ക് ലാഭം.